ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. അമ്മ നല്ല ഉറക്കം വരുന്നിട്ടാ. വേറെ ഒന്നല്ല, പുറത്ത് നല്ല പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കിന്ന് പ്രത്യേകിച്ച് വേറെ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അമ്മ നല്ല ഉറക്കമായിരുന്നു. നമുക്കപ്പോ വൈകുന്നേരം ചൂണ്ടിടാൻ പോകാനായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പൊടിക്കാറ്റാണ് പുറത്ത്. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഞാനപ്പോ ഇപ്പൊ ഒന്ന് കടയിൽ പോയായിരുന്നു. മങ്ങിക്കിടക്കാം, നല്ല കാറ്റ്. ആ സമയത്തും നമുക്ക് ഒട്ടും പറ്റണല്ല. പൊടി ഇങ്ങനെ അടിച്ചടിച്ച് വന്നിട്ടിരിക്കുക. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വൈകുന്നേരം ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ടിടാൻ പോവാ. തൽക്കാലം നമുക്കിപ്പോ ഒരു ചായയൊക്കെ വെച്ച് കുടിച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് ചൂണ്ടിടാൻ. നമുക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഓക്കെ, അപ്പൊ കമാൻ. ഹലോ ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് കുറച്ച് ലൂറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തേക്ക് സബയ്ക്ക് സെറ്റ് ചെയ്യണം. ഇത് ഷ്രിമ്പ് ലൂറാണ്. ഇതിപ്പോ ചെമ്പല്ലി, നമ്മുടെ നാട്ടില് ചെമ്പല്ലി, സ്നൈപ്പർ ഫിഷ്, പിന്നെ അതേമാതിരി തന്നെ ഹമൂറ്, ഇതൊക്കെ അടിക്കാനായിട്ട് ബെറ്റർ ആണിത്. ഇത് ഓർബിറ്റിന്റെ 110 എന്ന് പറഞ്ഞിട്ട് ഒരു ലൂറാണ്. ഇത് കൂടുതലും ബാരക്കോഡ, കിങ് ഫിഷ്, ക്യൂൻ ഫിഷ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഹമൂർ അടിക്കാൻ പറ്റിയ ലൂറുകൾ തന്നെ ഉണ്ടാ നമ്മുടെ കയ്യിൽ കൂടുതലുള്ളത്. 80 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ് തന്നെ. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ സബിക്ക് സെറ്റ് ചെയ്യണം. നമുക്കിപ്പോ ഒന്നാമത്തെ കാര്യം, ഹമൂർ സീസൺ അല്ല. നമുക്ക് ഹമൂർ സീസൺ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വിന്ററിലാണ് ഏറ്റവും കൂടുതൽ ഹമൂറും കാര്യങ്ങളും അടിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇതേമാതിരി ബാരക്കൂഡ, ക്യൂൻ ഫിഷ്, അതൊക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല ലൂറിന്റെ ഒരു കളക്ഷൻ ഉണ്ട് കേട്ടാ. കുറച്ച് നാളായി നമ്മ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. നമ്മ ഇതൊന്നും റെഡിയാക്കി ഉണ്ടായില്ല. എന്ന് പറഞ്ഞാൽ ഓഫ് സീസൺ ആയതുകൊണ്ട് നമ്മ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ഇപ്പൊ നമുക്ക് സീസൺ സ്റ്റാർട്ട് ആകാൻ ഇതിപ്പോ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അവസാനത്തോടു കൂടി നമുക്കിപ്പോ ഹമൂറ്, അങ്ങനെയുള്ള സ്നൈപ്പർ ഫിഷ്, അതിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ അതുമല്ല, ഞാൻ ഇന്ന് ലൂർ യൂസ് ചെയ്യാനായിട്ട് ഇരുന്നേച്ചത് എന്ന് പറഞ്ഞാൽ ഏരിക്കും നമ്മുടെ ബാരക്കൂഡ, അങ്ങനെയുള്ള കിങ് ഫിഷ്, ക്യൂൻ ഫിഷിന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്തത്തെ വെതർ ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് പയ്യെ ചായയൊക്കെ കുടിച്ച് നമുക്ക് ലൂറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം അല്ലെ. ഇതിനകത്തേക്ക് ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാൻ. ഇത് ഫ്രണ്ടിലും ബാക്കിൽ ട്രിപ്പിൾ ഹുക്ക് ആകുമ്പോൾ ഇടണ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹമൂറ്, പിന്നെ ഏരി, അങ്ങനെയുള്ള മീനുകളെയൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ്. നമുക്ക് ഇത് മാത്രല്ല കേട്ടാ, നമ്മുടെ സാറിന്റെ മെയിൻ പരിപാടി ഫിഷിംഗ് ആണ്. ഇവിടെ ഒരു ഫിഷിംഗ് റൂം തന്നെ ഉണ്ട്. അത് ഞാൻ പയ്യെ നിങ്ങൾ കാണിച്ചു തരാം. നാട്ടിലത്തെ ഒരു 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ആ റൂമിലിരിക്കുന്നുണ്ട്, കുറഞ്ഞത്. ഞാൻ ഇതുവരെ കൂട്ടി നോക്കിയിട്ടൊന്നുമില്ല. കുറഞ്ഞത് ഒരു 50 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ആ റൂമിലിരിക്കുന്നുണ്ടാവും. നമുക്കപ്പോ ഇതെന്തായാലും സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഗായ്സ്, എല്ലാരും ചോദിക്കണ്ട്, കഴിഞ്ഞ ദിവസം നീ ചൂണ്ടിടാൻ പോയിട്ട് നിനക്ക് മീനൊന്നും കിട്ടിയില്ലെന്ന്. ഗായ്സ്, അത്രയും വലിയ കടലിൽ കിടക്കുന്ന മീനത്. അതിനെ ചൂണ്ടയെ കൊണ്ടുവന്ന് കൊത്തിക്കണമെന്ന് വെച്ചാൽ ഇത് കൊത്ത് മീനെന്ന് പറഞ്ഞാൽ കൊത്തത്തൊന്നുമില്ല അതെന്തായാലും. അപ്പൊ നമ്മുടെ പഴയ വീഡിയോസ് യൂട്യൂബിലില്ലാത്തത് നല്ലത്. ഗായ്സ്, ഇതാകുമ്പോ നമുക്ക് വലിയ സീനില്ല. ഇതാകുമ്പോ നമ്മ വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അടിയിൽ കിടന്നോളും. നമ്മ ഇവിടെ ഒരു ട്രിപ്പിൾ ഹുക്ക് ഇടും. ആ റിങ് കയറ്റിട്ട് നമ്മ ചൂണ്ടയിലേക്ക് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഇത് നമുക്ക് അവിടെ ഇടാം. ഈ ലൂറിന് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് ലൂറാ. ഇതെല്ലാം എൻ്റെ അല്ല, സാറിൻ്റെ ആയിരുന്നു. സാറ് എനിക്ക് തന്നതാ. നമ്മ ബോട്ടിൽ പോയിരുന്നു ഒരിടക്കെ. ഇപ്പൊ നമുക്ക് ബോട്ടിൽ പോകാനായിട്ട് നടക്കുന്ന സിറ്റുവേഷൻ അല്ല. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ യുദ്ധം, പിന്നെ ഒരു സൈഡിൽ ചൂട്. നമ്മ ചൂടത്തും പോയിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഈ കൊല്ലം നമുക്ക് ഒട്ടും ഒരു ഇതില്ലാത്തോണ്ട് നമ്മ പോണില്ല. അങ്ങനെ തീരുമാനിച്ചു.
മാക്സിമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു ആക്ടിവിറ്റിയിലും ഏർപ്പെടാതിരിക്കുക. ഇതൊക്കെ വല്ല തുളഞ്ഞു കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട് ചെയ്യണം. കാണുമ്പോൾ ആയിരിക്കും സിമ്പിൾ പരിപാടിയാന്ന് വിചാരിക്കും, കുറച്ച് കഷ്ടപ്പാടുണ്ട്. അതിന്റെ പുറകിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതിന്റെ കഷ്ടപ്പാട് എന്താന്ന്. പിന്നെ നമുക്കൊരു സ്റ്റിക്കർ റെഡിയാക്കാണ്ടേ. ഇതിന്റെ ഈ ബ്രൈഡ് നമുക്ക് അങ്ങോട്ട് മാറ്റാം. നമുക്ക് ജിഗിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ സ്റ്റിക്കർ നല്ലത്. അവിടെ പുതിയ സ്റ്റിക്കർ ഇറക്കിയിട്ടില്ലട്ടാ. ഈ സ്റ്റിക്കർ ഫസ്റ്റ് ബോഡി പോക്കിന് വേണ്ടി വെച്ചേക്കുന്നതാ. റീലും മേടിച്ചിട്ടില്ല. റീലിപ്പോ നമുക്ക് പോകാൻ നേരത്തെ തൽക്കാലം സാറിന്റെ നിന്ന് ഒരെണ്ണം മേടിച്ച് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബ്രൈഡ് നമുക്ക് 2-3 വട്ടം മീൻ അടിച്ചിട്ട് ബ്രൈഡ് പൊട്ടിപ്പോയി. അപ്പൊ നമ്മളില് ബ്രൈഡ് ഇല്ല. നമ്മുടെ എല്ലാ സാധനം തീർന്നിരിക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്യണം രണ്ടാമത്. അതൊക്കെ ഉണ്ട്. അപ്പൊ ബ്രൈഡ് കയറ്റ അതിനകത്തേക്ക് കുറച്ച് സമയം പോക്കാണ്ട കഴിച്ചതൊക്കെ. സമയം കളയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഫിഷിങ്. സബിക്ക് ഇതാണ്ടാ. ജിഗ് അമ്മേന്റെ ഉള്ളിലേക്ക് നൈസായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പത്തിന് ഇതാണ് ഇതിന്റെ യഥാർത്ഥ സെറ്റപ്പ്. കണ്ട നമ്മുടെ ഈ സ്റ്റിക്ക് ഒരു വലിയ മീൻ പിടിച്ചിനെ ഓടിയാവുന്നേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ള സ്റ്റിക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നതിൽ. ഇതും അതിനും പഴയതാണ് കേട്ടാ. ഇത് ഞാനിവിടെ വന്ന സമയത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയ സ്റ്റിക്കാണിത്. ഇതിന്റെ റീല് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട് പുതിയത്. അപ്പൊ അതിനകത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് കുറച്ച് സാധനം മേടിക്കണം. അപ്പൊ നമ്മുടെ ലൂറും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അയ്യോ ഇതില് കുറച്ച് പണിയുണ്ട്. ലാസ്റ്റ് ചൂണ്ടിടാൻ പോയ സമയത്ത് മീനൊന്നും കിട്ടാണ്ട് വന്നതിനപ്പ ഞാൻ ഇത് എവിടെന്നോ വലിച്ച് പൊട്ടിച്ചായിരുന്നു. ഇതിനകത്ത് നമ്മുടെ ട്രിപ്പിൾ ഹുക്കും പിന്നെ വെയിറ്റും സാധനങ്ങളൊക്കെ ഉണ്ടോ. ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോയി പ്രയോഗിക്കാൻ വെച്ചേക്കുന്ന ലൂറുകളുണ്ട് ഗായ്സ്. ഓപ്പറേക്കണ്ടേ നമ്മുടെ കയ്യിൽ ഒരെണ്ണം. ഇത് നമ്മ ട്യൂണൊക്കെ യൂസ് ചെയ്യുന്ന ട്രിപ്പിൾ ഹുക്കാണ് വരേണ്ടത്. ഇത് ട്യൂണ വെട്ടിക്കാൻ ബെസ്റ്റ് ആണ്. ഇത് ഓപ്പറാണ്. നമ്മ ആദ്യം ജിഗിങ് ചെയ്തിട്ടിരുന്നത് ഇതിനകത്താണ് കേട്ടാ. ഇത് പെട്ടക്കുറ്റി സാധനം. ഇത് എങ്ങനെ വേണമെങ്കിലും നിന്നോളൂ. പിന്നെ ഹലോ ഗൈസ്, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഫിഷിംഗ് റൂമിന്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് ഫിഷിംഗ് റൂമിലേക്ക് പോവാം. ഗായ്സ്, ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. ഇത് ഡയറക്റ്റ് കടലായിട്ട് കണക്ട് ചെയ്തിട്ടേക്കണ. ഇതിന്റെ നേരെ അങ്ങറ്റം ചെല്ലുമ്പോഴത്തേനും കടലാണ്. ഇങ്ങനൊരു സാമ്രാജ്യം ഒരു മനുഷ്യനുണ്ടാവില്ല ഗായ്സ്. ഇതൊരു ഷോപ്പല്ലട്ട ഗായ്സ്. ഇത് നമ്മുടെ സാറിൻ്റെ ഫിഷിംഗ് റൂം.
ഒരു കട പോലും ഉണ്ടാകാത്ത കളക്ഷൻ ഇവിടെ കിടക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞില്ല ഒരു 50 ലക്ഷം രൂപയുടെ സാധനങ്ങളൊന്നും കുറച്ചേ ഉള്ളൂ കേട്ടോ ഇവിടെ. ബാക്കിയൊക്കെ ബോട്ടിലാണെന്ന് തോന്നുന്നു. സ്റ്റിക്കുകൾ കുറച്ചേ ഉള്ളൂ. ഷാൽടേക്ക് ഇതിൻ്റെയൊക്കെ വില വേണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഫിഷിംഗ് റൂം. സാറിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടോ നമ്മുടെ കയ്യിൽ ഇരിക്കണേ? സ്റ്റെല്ല ബെസ്റ്റ് ബ്രാൻഡ് കേട്ടോ. അത് ഇലക്ട്രിക് സ്റ്റിക്കാണ്. ബോട്ടില് വലിയ മീനൊക്കെ പിടിച്ച് കയറ്റാൻ പറ്റാണ്ട് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞു സാമ്രാജ്യം. ദൈവ സ്റ്റിക്കുകളൊക്കെ കുറെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഊരി വെച്ച കറിയിലുകളൊക്കെ. അത് മാത്രമല്ല കഴിച്ചുകൊണ്ടേ വെയിറ്റുകൾ. യഥാർത്ഥ ഒരു ഫിഷിംഗ് ഭ്രാന്തൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ് ഗസ് ചെയ്യാവോ ഗൈസ് സാധനമൊന്ന്? ഹുക്കുകളും സാധനങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. ട്രിപ്പിൾ ഹുക്ക്, സബിക്കി, ഇതിപ്പോൾ ബോട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതാണ്ടോ നമ്മുടെ ബ്ലാങ്കസ്. അപ്പം ഇതാണ് നമ്മ പറഞ്ഞ സ്വർഗം. ഗായ്സ് എങ്ങനെയുണ്ട് നമ്മുടെ സ്വർഗം? ഇതൊരു കടയിലട്ടാ ഗായ്സ്, ഇതൊരു വീടാ, വീട്ടിലൊരു മുറിയാ. യഥാർത്ഥ ഒരു ഫിഷിംഗ് ഭ്രാന്തന്റെ മുറി. അപ്പൊ എനിക്ക് അവിടെ നിന്ന് ഈ ഭ്രാന്ത് കയറിക്കൂടിയെന്ന് മനസ്സിലായില്ല. നാട്ടിൽ നിന്ന് നമ്മുടെ ആശാന്മാരുണ്ടായിരുന്നു. ഇവിടെ വന്നതിനപ്പം ഇങ്ങേരെ കിട്ടി. ഇങ്ങേര് വെറുതെ ചീത്ത വൈബ് പറയാല. അപ്പൊ അതാണ് നമ്മുടെ ഫിഷിംഗ് റൂം. ഇതൊരു റൂമുണ്ട് ഗൈസ് അല്ലേ. സാറിന്റെ വീട്. ആളിവിടെ ഇല്ല, ആള് സിറ്റിയില. മിക്കാറും വൈകുന്നേരം വരുമായിരിക്കും. ഞാൻ ആഡ് ചെയ്യാം. ഞങ്ങളുടെ പഴയ ബോട്ടി പോയ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. എൻ്റെ പഴയ ഫോണിലായിരുന്നു. പക്ഷേ ഫോൺ പോയി കഴിഞ്ഞപ്പോഴത്തേനും ക്ലിപ്പുകളൊക്കെ പോയി. ഞാൻ ആഡ് ചെയ്യാം കേട്ടോ.